അംഗനവാടി ജീവനക്കാർ, ആശാ വർക്കർമാർ തുടങ്ങി സ്കീം വർക്കർമാരുടെ തൊഴിൽ സുരക്ഷയ്ക്കും സാമൂഹ്യ സുരക്ഷയ്ക്കും വേണ്ടിയുള്ള പോരാട്ടം തുടരുമെന്ന് CITU അഖിലേന്ത്യാ സെക്രട്ടറി AR സിന്ധു. തൊഴിലുറപ്പ് പദ്ധതി ഇല്ലാതാക്കുന്നതിനെതിരെ തൊഴിലാളി സംഘടനകളുടെയും കർഷകരുടെയും യോജിച്ച പ്രക്ഷോഭത്തിന് അഖിലേന്ത്യാ സമ്മേളനം രൂപം നൽകുമെന്നും AR സിന്ധു കൈരളി ന്യൂസിനോട് പറഞ്ഞു. CITUവിൻ്റെ 18ാമത് അഖിലേന്ത്യാ സമ്മേളനം വിശാഖപട്ടണത്ത് പുരോഗമിക്കുകയാണ്. CITUവിൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറി AR സിന്ധു നമ്മോടൊപ്പം ഇപ്പോൾ ചേരുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു സമയത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് തൊഴിലാളികൾ പ്രത്യേകിച്ചും. ആ സമയത്ത് ചേരുന്ന ഈ സമ്മേളനം ഏതൊക്കെ വിഷയങ്ങളെയാണ് ചർച്ച ചെയ്തു പോകുന്നത്? പ്രധാനമായിട്ടും ഇപ്പോൾ ഏറ്റവും ലേബർ കോഡുകളുടെ റൂളടക്കം നോട്ടിഫൈ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഗവൺമെൻറ് എല്ലാ വിഭാഗം ജനങ്ങളുടെ നേരെ ഒരു യുദ്ധപ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ്. ലേബർ കോഡുകളും അതുപോലെ തന്നെ ലേബർ പോളിസി വന്നിരിക്കുന്നു. ഇത് എല്ലാ വിഭാഗം തൊഴിലാളികളുടെ ഏറ്റവും അടിസ്ഥാനപരമായ എല്ലാ അവകാശങ്ങളെയും നിഷേധിക്കുന്ന, മിനിമം കൂലി 8 മണിക്കൂർ ജോലി എന്നുള്ളത് 14 മണിക്കൂർ വരെ ആക്കാൻ വേണ്ടിയിട്ടുള്ള, അതിലും കൂടുതൽ വേണമെങ്കിൽ ആക്കാം എന്നുള്ള വിഷയങ്ങൾ. അതുപോലെ യൂണിയൻ ഉണ്ടാക്കുന്നത് തന്നെ രാജ്യദ്രോഹമായി പ്രഖ്യാപിക്കാവുന്ന പ്രൊവിഷൻസ് ഭാരതീയ ന്യായ സംഹിതയിലും ലേബർ കോഡിലും കൂടി ഉൾപ്പെടുത്തുന്നു. യൂണിയൻ രജിസ്ട്രേഷൻ അസംഭവ്യമാകുന്നു, പണിമുടക്ക് നിയമവിരുദ്ധമായിട്ട് പ്രഖ്യാപിക്കുന്നു. അങ്ങനെ ഉള്ള ആക്രമണം. അതുപോലെ തന്നെ ഈ തൊഴിലുറപ്പ് പദ്ധതി പോലെ ഇന്ത്യയിലെ ജനങ്ങൾ സമരം ചെയ്ത് നേടിയിട്ടുള്ള എല്ലാ അവകാശങ്ങൾ, തൊഴിലുറപ്പ് പദ്ധതി ഇല്ലാതായിരിക്കുകയാണ്. സംസ്ഥാനങ്ങളുടെ അവകാശങ്ങളിൽ മേലുള്ള വൻതോതിലുള്ള കടന്നുകയറ്റം, അതേപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റേതായിട്ടുള്ള വിവിധ പദ്ധതികളില്ലാതെയാക്കുന്നു. പബ്ലിക് സെക്ടർ, പൊതുമേഖലയെ സ്വകാര്യവൽക്കരിക്കുന്നു. അങ്ങനെ എല്ലാ വിഭാഗം ജനങ്ങളുടെ മേലെയുള്ള കടന്നാക്രമണം. അപ്പോൾ അതിനെതിരായിട്ടുള്ള പ്രതിരോധ സമരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമരങ്ങളെ ഇനിയും കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ചിട്ടുള്ള ചർച്ചയും ആ സമരാനുഭവങ്ങൾ പങ്കുവെക്കുകയുമായിരുന്നു ഈ സമ്മേളനത്തിലുണ്ടായിരുന്നത്. അത് ഈ തമിഴ്നാട്ടിലുള്ള സാംസങ് തൊഴിലാളികളുടെ സമരം അത് ചർച്ചയിൽ വന്നു. സാംസങ് മാത്രമല്ല, വിവിധ മേഖലകളിൽ ഇപ്പോൾ ഈ ട്രംപിൻ്റെ താരിഫൊക്കെ വന്നതിന് ശേഷം ഈ ടെക്സ്റ്റൈൽ ഗാർമെൻറ്റ് മേഖലയെല്ലാം വലിയ പ്രതിസന്ധിയിലാണ്. അപ്പോൾ ആ മേഖലയിലൊക്കെ ഉയർന്നു വരുന്ന സമരങ്ങൾ, അതേപോലെ തന്നെ ആ മേഖലകളിലൊക്കെ കർഷകരോട് ചേർന്ന്, കോട്ടൺ കർഷകർ അവരും പ്രതിസന്ധിയിലാണ്, അവരോട് ചേർന്നുള്ള യോജിച്ച് വരുന്ന സമരങ്ങളുടെ സാധ്യതകൾ. അതേപോലെ തന്നെ വിവിധ സംസ്ഥാനങ്ങളിലെ സ്കീം വർക്കർമാർ, അംഗൻവാടി, ആശ, പാചകത്തൊഴിലാളികളുടെ നേതൃത്വത്തിലുള്ള വിവിധ സമരങ്ങൾ, കർണാടകത്തിൽ ഉള്ള 4 കേന്ദ്രമന്ത്രിമാരെ തടഞ്ഞുകൊണ്ടുള്ള അവരുടെ വീട്ടിൻ്റെ മുമ്പിൽ ധർണ ഇരുന്നുള്ള സമരത്തിൽ മന്ത്രി നേരിട്ട് കത്ത് കൊടുത്ത് കേന്ദ്രത്തിലേക്ക് 10 പേരെ ടിക്കറ്റ് കൊടുത്തടക്കം വിളിക്കുന്ന വലിയ സമരം അവിടെ നടന്നിട്ടുണ്ട്. അംഗൻവാടി, ആശ, പാചകത്തൊഴിലാളി നേതാക്കന്മാർ പോയി മന്ത്രിയോട് അടക്കം ചർച്ച ചെയ്തിരിക്കുന്നു. എന്നാൽ പോലും അതിനെല്ലാം നേരെ ഇനിയും വലിയ ആക്രമണങ്ങളാണ് വരാൻ പോകുന്നത്. അതിനുള്ള തയ്യാറെടുപ്പാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കാണുന്നത്. അപ്പോൾ അതിനുള്ള പ്രതിരോധം തീർക്കേണ്ടതിനുള്ള എങ്ങനെയാണ്, അതുകൂടാതെ എങ്ങനെയാണ് ഒരു ബദൽ മുന്നോട്ട് വയ്ക്കേണ്ടത്, ഒരു ആൾട്ടർനേറ്റീവിനെ കുറിച്ചിട്ടുള്ള ചർച്ചയാണ്. തെലങ്കാന, ആന്ധ്രയൊക്കെ ഉള്ളവരിലെ സംഘടിത മേഖലയിലെ വൻപിച്ച സമരങ്ങളാണ് ഉയർന്നു വന്നിരിക്കുന്നത്. അതൊക്കെ ചർച്ചയിൽ പങ്കെടുത്തു. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് ഈ തൊഴിലുറപ്പ് പദ്ധതി ഇല്ലാതാക്കുന്നതിനെതിരായിട്ടുള്ള ഒരു പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട്. അതിനെതിരായിട്ടുള്ള യോജിച്ച പ്രക്ഷോഭം ഇനി ഉയർത്തിക്കൊണ്ടുവരും. അതുപോലെ തന്നെ കർഷക തൊഴിലാളി യൂണിയൻ്റെ ജനറൽ സെക്രട്ടറി സഖാവ് വെങ്കട്ട്, കർഷക സംഘത്തിൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സഖാവ് വിജു കൃഷ്ണൻ, അവർ രണ്ടുപേരും സമ്മേളനത്തെ അഭിവാദ്യം ചെയ്ത് CITUവും കർഷക സംഘവും കർഷക തൊഴിലാളി യൂണിയനും യോജിച്ചിട്ടുള്ള ഒരു കർഷക തൊഴിലാളി ഐക്യത്തിൻ്റേതായിട്ടുള്ള ഒരു സമരങ്ങൾ ഉയർത്തിക്കൊണ്ട് വരാൻ വേണ്ടിയുള്ള ഒരു ഇനിഷ്യേറ്റീവ്, അതെങ്ങനെ ഇനിയും വരുന്ന ദിവസങ്ങളിൽ മുന്നോട്ട് കൊണ്ടുപോവുകയും മറ്റു വിഭാഗം ജനങ്ങൾ, ഇപ്പോൾ DYFIയുടെ സെക്രട്ടറി പങ്കെടുത്തു അഭിവാദ്യം ചെയ്തു, മഹിളാ അസോസിയേഷൻ സെക്രട്ടറി മറിയം ധാവളെ അഭിവാദ്യം ചെയ്തു, ഇപ്പോൾ SFIയുടെ പ്രസിഡന്റ് ആദർശ് ഈ സമ്മേളനത്തെ അഭിവാദ്യം ചെയ്യുന്നു. അപ്പോൾ എല്ലാ വിഭാഗം ജനങ്ങളുടേതായിട്ടുള്ള വലിയ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിക്കൊണ്ട് ഈ സമരങ്ങളെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് നടത്തുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഇപ്പോൾ പ്രമേയം പാസ്സാക്കിയ കാര്യം പറഞ്ഞു. തൊഴിലുറപ്പ് തൊഴിലാളികൾ വലിയ ആശങ്കയിലാണ്. രാജ്യത്തുള്ള ലക്ഷക്കണക്കിന് ആളുകൾ അവരുടെ ബേസിക് ഉപജീവനം ഇല്ലാതാകുന്ന ഒരു ഏത് രീതിയിലുള്ള സമരപ്രക്ഷോഭ പരിപാടികളാണ് CITU ഇവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ആലോചിക്കുന്നത്? CITUവും അതുപോലെ തന്നെ കർഷക തൊഴിലാളി യൂണിയൻ്റെയും കർഷക സംഘത്തിൻ്റെയും എല്ലാം നേതൃത്വത്തിൽ ഇപ്പോൾ വിവിധ ഈ തൊഴിലുറപ്പ് തൊഴിലാളികളെ സംഘടിപ്പിക്കുന്ന വിവിധ സംഘടനകളുണ്ട്. ഈ നമ്മുടെ സംഘടനകളല്ലാതെ വലിയ തൊഴിലുറപ്പ് സംഘടനകളിൽ വർക്ക് ചെയ്യുന്ന, അത് മാത്രം സംഘടിപ്പിക്കുന്ന ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഫെഡറേഷൻസ് ഉണ്ട്, മനരേഗ സംഘർഷ് മഞ്ച് അടക്കമുള്ള. അപ്പോൾ അവരെല്ലാവരും ചേർന്നുകൊണ്ട് ഈ നാട്ടിലുള്ള ബുദ്ധിജീവികൾ, സഖാവ് പ്രഭാത് പട്നായിക് അടക്കം പങ്കെടുത്തുകൊണ്ട് ഇതെന്തുകൊണ്ട് ഇതിനെ സംരക്ഷിക്കണം, എവിടെ നിന്ന് ഇതിന് പൈസ
പൈസ സംഘടിപ്പിക്കാം, എങ്ങനെയാണ് ഈ സൂപ്പർ റിച്ചിനെ ടാക്സ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് ഈ പൈസ ഉണ്ടാക്കാം എന്നുള്ള ബദലടക്കം മുന്നോട്ട് വെച്ചുകൊണ്ടുള്ള ജനങ്ങളുടെ ഇടയിൽ വലിയ ക്യാമ്പയിനും ഇനി വരുന്ന നാളുകളിൽ ഇതിനെ ഈ തൊഴിലുറപ്പ് പദ്ധതി അത് നമ്മുടെ ഡിമാൻഡ് പണിമുടക്കുകളുടെ അടക്കം 200 ദിവസം തൊഴിൽ 600 രൂപ കൂലി വെച്ച് കൊടുക്കണമെന്നായിരുന്നു. അപ്പോഴാണ് ഈ പദ്ധതി തന്നെ ഇല്ലാതാക്കുന്ന ഒരു നീക്കമുണ്ടായത്. അപ്പോൾ ഇന്ന് ഇന്ത്യ രാജ്യത്തെ നേരിടുന്ന ഏറ്റവും വലിയ രൂക്ഷമായ തൊഴിലില്ലായ്മയും ജനങ്ങൾ പട്ടിണിയിലാണ്. അപ്പോൾ അവിടെ ഇതിനെ രക്ഷിക്കാനുള്ള എങ്ങനെ ഈ ജനങ്ങളുടെ പർച്ചേസിംഗ് പവറും ഈ നാട്ടിലെ ഈ സാമ്പത്തിക പ്രതിസന്ധി അടക്കം പരിഹരിക്കാനുള്ള ഒരു സ്കീമാണ്. അപ്പോൾ ആ ഇതിനെ എന്തു വില കൊടുത്തും സംരക്ഷിക്കും എന്നുള്ള ഒരു പ്രഖ്യാപനമാണ് ഈ സമ്മേളനത്തിൽ നടന്നത്. തന്നെയുമല്ല എല്ലാ സെൻട്രൽ ട്രേഡ് യൂണിയനുകളുടെയും INTUC അടക്കമുള്ള എല്ലാ സെൻട്രൽ ട്രേഡ് യൂണിയനുകളുടെയും പ്രതിനിധികളും പങ്കെടുത്തുകൊണ്ട് അതേ ഒരു ഇതിൽ സംയുക്ത കിസാൻ മോർച്ചയും സെൻട്രൽ ട്രേഡ് യൂണിയനുകളും ഇപ്പോൾ പണിമുടക്കിലേക്ക് പോവുകയാണ്. അതുകൂടാതെ മറ്റു വിഭാഗം ജനങ്ങളെയും കൂടി അണിനിരത്തിക്കൊണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യം ഈ തൊഴിലുറപ്പിനെ സംരക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ്. ഇനി വരുന്ന നാളിലുള്ള ഉജ്ജ്വല പ്രക്ഷോഭങ്ങളായിരിക്കും ഈ നാട് കാണാൻ പോകുന്നത്. ഏതായാലും വലിയ പ്രക്ഷോഭങ്ങൾക്ക് തന്നെയാണ് സമ്മേളനം ഉൾപ്പെടെ രൂപം നൽകുന്നത്. ഇനി പോരാട്ടത്തിൻ്റെ തൊഴിലാളികൾക്ക് മുന്നിലുള്ളത് വലിയ പ്രക്ഷോഭങ്ങളുടെയും പോരാട്ടങ്ങളുടെയും ദിനങ്ങൾ തന്നെ ആയിരിക്കും എന്നുള്ളതാണ് അഖിലേന്ത്യാ സെക്രട്ടറി AR സിന്ധുവും ചൂണ്ടിക്കാട്ടുന്നത്. വിശാഖപട്ടണത്ത് നിന്നും മിഥുൻ ചാത്തോത്തിനൊപ്പം M സന്തോഷ്.